ജനവാസ മേഖല ഒഴിവാക്കണമെന്ന ചട്ടം പാലിച്ചാണ് പടക്ക നിർമ്മാണശാല പാടശേഖരത്തിന് നടുവിലെ തുരുത്തിലാക്കിയത്. സ്ഫോടനം എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അവിടുത്തെ ആകാശ ദൃശ്യങ്ങളും പ്രദേശവാസികളുടെ പ്രതികരണങ്ങളും. കിലോമീറ്ററുകൾ അകലെയുള്ള വീടുകളിൽ പോലും സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടായി. പലരും ഉച്ചമയക്കത്തിലായിരുന്നു. വലിയ സ്ഫോടന ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് വന്നവർ കാണുന്നത് ആളുകൾ നിലവിളിച്ചുകൊണ്ട് ചിതറിയോടുന്നതാണ്. നിരവധി വീടുകളുള്ള പ്രദേശത്തെ മിക്ക വീടുകളുടെയും ജനൽച്ചില്ലകൾ തകർന്നു. കതകുകൾ വിണ്ടുകീറി. ചിമ്മിനികൾക്കും വീട്ടുപകരണങ്ങൾക്കും കേടുപാടുണ്ടായി. പൊട്ടിക്കൊണ്ടിരിക്കുക. ഒരു 15-20 മിനിറ്റ് നേരം പിന്നെയും പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2-3 നല്ല കനത്തിൽ പൊട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുണ്ടോളും അമട്ടോളും ഇങ്ങനെ പൊട്ടി ഒരു 3:10 വലിയ പൊട്ടിൽ പൊട്ടി കഴിഞ്ഞിട്ട് 4:30 വരെ പൊട്ടിക്കൊണ്ടിരുന്നുണ്ട്. പെട്ടെന്നൊരു പൊട്ടി കേട്ടു. ഞാൻ എന്താ ഇടി വെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടു. അപ്പോഴേക്കും പടപടാന്ന് വീണ്ടും പിന്നെ ജിലി എന്നുള്ള ശബ്ദവും കേട്ടു. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ TV ഒക്കെ ഓഫ് ചെയ്ത് നോക്കുമ്പോഴേക്കും പുറത്ത് ഭയങ്കര ബഹളം. ഫയർ എഞ്ചിൻ കടന്നു പോകാനുള്ള വീതി വഴിക്കില്ലാത്തത് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചെന്നും നാട്ടുകാർ. ആദ്യം വലിയൊരു ശബ്ദം വന്നപ്പോൾ മൊത്തം ഒരു കുലുക്കം ഉണ്ടായി. അപ്പോൾ തന്നെ വീട്ടിലെല്ലാവരോടും ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു. ഞാൻ പുറത്ത് പോയിക്കായിരുന്നു. ഞാൻ പുറത്തുനിന്ന് വരുമ്പോഴാണ് എൻ്റെ കാല് പൊളിഞ്ഞത് കണ്ടില്ലേ. ചിലർക്ക് വീട്ടിലുള്ളവർക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, അവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. വീടുകൾക്കുണ്ടായ നാശനഷ്ടത്തെക്കാൾ മണിക്കൂറുകൾക്ക് മുൻപ് കണ്ടു സംസാരിച്ച മനുഷ്യർക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് മുണ്ടത്തിക്കോട് നിവാസികൾ. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.